പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് +2 ഹ്യൂമാനിറ്റീസിൻ്റെ ഹിസ്റ്ററി കോഡ് നമ്പർ 315 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 24ാമത്തെ ചാപ്റ്ററായ ദ ഇന്റർ വേൾഡ് വാർ പീരിയഡ് ആൻഡ് ദി സെക്കൻഡ് വേൾഡ് വാർ, യുദ്ധകാലഘട്ടവും രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം ആദ്യമായി എക്സാം നടന്ന 2024 ഏപ്രിലാണ്, പിന്നീട് നടക്കുന്നത് 2024 ഒക്ടോബറിലുമാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇനി തുടർന്നുള്ള ബാച്ചുകളിലൊക്കെ എക്സാം നടക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മൊത്തം സിലബസിന്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് 24ാമത്തെ ചാപ്റ്റർ. ഇതിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളത്, ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റൊരു വീഡിയോയിലും അവതരിപ്പിക്കുന്നതാണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുന്നത്. നമ്മുടെ ഗൈഡ് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. മലയാളം മീഡിയക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഗൈഡ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് വേർ ദ പ്രൊവിഷൻസ് ഓഫ് ദി ട്രീറ്റി ഓഫ് വെർസൈൽസ്, ഡിഡ് ദേ കണ്ടെയ്ൻ ദി സെക്കൻഡ് ഓഫ് അനദർ വാർ? അതായത് വേഴ്സായ് സന്ധിയിലെ പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാമായിരുന്നു? മറ്റൊരു യുദ്ധത്തിന്റെ കാരണം ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. വേഴ്സായ് സന്ധി എന്ന് പറയുന്നത് 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സന്ധി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള യുദ്ധത്തിലെ സന്ധിയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തായിരുന്നു എന്നുള്ളതാണ്. 1ാം ലോക മഹായുദ്ധത്തിന്റെ പര്യവസാനത്തിൽ 1919 ജൂൺ മാസത്തിൽ ഫ്രാൻസിലെ വേഴ്സായ് കൊട്ടാരത്തിൽ, ഫ്രാൻസിലുള്ള വേഴ്സായ് പ്രദേശത്തായതുകൊണ്ടാണ് വേഴ്സായ് ഉടമ്പടിയാണ്, വേഴ്സായ് കൊട്ടാരത്തിൽ കൂടിയ സമാധാന ഉടമ്പടിയാണ് യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം. 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഇനി ഒരു യുദ്ധം ഉണ്ടാകരുത്, ഇവിടെ വെച്ച് എല്ലാം സമാധാനമാകണമെന്ന് ഫ്രാൻസിൽ വെച്ചു അവിടുത്തെ കൊട്ടാരത്തിൽ വെച്ചുകൂടിയ ഒരു സമാധാന ഉടമ്പടിയാണ്. യുദ്ധത്തിലെ പ്രധാന ഉത്തരവാദിയായ ജർമ്മനിയായിരുന്നു ഈ സന്ധിയിലെ എതിർകക്ഷി. മറ്റ് ഉടമ്പടി വ്യവസ്ഥകൾ പരിഗണിക്കുമ്പോൾ വേഴ്സായ് ഉടമ്പടി ജർമ്മനിക്ക് ഏറ്റവും സങ്കുചിതവും നിന്ദ്യവുമായ ബാധ്യതകളുണ്ടാക്കി. നഷ്ടപരിഹാരമായി ജർമ്മനി തന്നെ $33 മില്യൺ നൽകാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. കൂടാതെ ജർമ്മനി കൈവശപ്പെടുത്തിയിരുന്ന അൽസൈസ് ലോറൻ പ്രദേശങ്ങൾ ഫ്രാൻസിന് തിരികെ നൽകുവാനും ഇതിനൊക്കെ പുറമെ ജർമ്മൻ ആക്രമണങ്ങൾ ഫ്രാൻസിനുണ്ടായ നഷ്ടപരിഹാരമായി സാർ എന്ന ജർമ്മൻ കൽക്കരി ഖനി 15 വർഷത്തേക്ക് ഫ്രാൻസിന് വിട്ടുകൊടുക്കാനും വ്യവസ്ഥയുണ്ടായി. പടിഞ്ഞാറൻ പ്രഷ്യയെ ഉൾപ്പെടുത്തി പോളണ്ട് എന്ന ഒരു പുതിയ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ജർമ്മൻ ഏകീകരണ കാലഘട്ടത്തിൽ ചാൻസലർ ബിസ്മാർക്ക് പിടിച്ചെടുത്ത ഡാനിഷ് പ്രദേശങ്ങളായ ഷെൽസ്വിങ്, ഹോൾസ്റ്റൈൻ പ്രദേശങ്ങൾ ഡെൻമാർക്കിന് തന്നെ തിരികെ നൽകേണ്ടതായി വന്നു. ജർമ്മൻ കോളനികൾ, യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ വിജയികൾക്കിടയിൽ വീതിക്കപ്പെട്ടു. കൂടാതെ ജർമ്മനിയെ പൂർണ്ണമായി നിരായുധീകരിച്ചു. നിർമ്മാണോപകരണങ്ങളും യന്ത്രങ്ങളും ഇംഗ്ലണ്ട് കൈവശപ്പെടുത്തി. വേഴ്സായ് ഉടമ്പടി പ്രകാരം റൈൻ നദിക്ക് പടിഞ്ഞാറുള്ള എല്ലാ ജർമ്മൻ പ്രദേശങ്ങളും 15 വർഷത്തേക്ക് സഖ്യകക്ഷികൾ കൈവശപ്പെടുത്തി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വേഴ്സായ് ഉടമ്പടി ജർമ്മനിക്ക് ദോഷകരമായി തീരുകയും 2ാം ലോക മഹായുദ്ധത്തിന് നിദാനമാവുകയും ഉണ്ടായെന്നുള്ളതാണ്. ഇനി 2ാമത്തെ ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി റൈസ് ഓഫ് മുസോളിനി ടു പവർ ഇൻ ഇറ്റലി, ഹൗ ഡിഡ് ഇറ്റ് ഡീൽ വിത്ത് ദി ഓപ്പോസിഷൻ? മുസോളിനി അധികാരത്തിലെത്തിയത് എപ്രകാരമാണെന്ന് വിവരിക്കുക. എതിരാളികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എപ്രകാരമാണ്? 1919 പാരീസ് സമാധാന ഉടമ്പടി നിന്ന് ഉളവായ നിരാശാബോധമായിരുന്നു ഇറ്റലിയെ ഫാസിസത്തിലേക്ക് നയിച്ചത്. യുദ്ധത്തിൽ 7 ലക്ഷത്തോളം ഇറ്റാലിയൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെ ഈ യുദ്ധം ഇറ്റലിയുടെ സാമ്പത്തിക അടിത്തറ ഇളക്കുകയുണ്ടായി. എന്നാൽ യാതൊരു നഷ്ടപരിഹാരവും ഇവർക്ക് ലഭിച്ചില്ല. മാത്രമല്ല കലുഷിതമായ ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും അവർ ലഹളയുടെ അധികാരം പിടിച്ചെടുക്കാൻ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഇതിനെതിരായി പ്രഭുക്കന്മാരും മുതലാളി വർഗവും എല്ലാവിധ സഹായങ്ങളും ഫാസിസ്റ്റുകൾക്കായി വാഗ്ദാനം ചെയ്തു. ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം വരേണ്യ വർഗത്തിന്റെ അനുഗ്രഹാശിസുകളോടുകൂടി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തി. ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ബെനിറ്റോ മുസോളിനി ആദ്യകാലത്ത് ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു.
ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ അവന്തിയുടെ പത്രാധിപനായിരുന്ന മുസോളിനി ഇറ്റലി ഒന്നാം ലോക യുദ്ധത്തിൽ ചേരണമെന്ന് ശക്തമായി വാദിച്ചു. തുടർന്ന് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം യുദ്ധാനന്തരം സോഷ്യലിസ്റ്റ് പാർട്ടി വിടുകയും ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കറുത്ത കുപ്പായക്കാർ, അതായത് ബ്ലാക്ക് ഷർട്ട് എന്ന പൊതുവായി ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിട്ട മുസോളിനി 1921 പൊതു തെരഞ്ഞെടുപ്പിൽ മുതലാളി വർഗത്തിന്റെ സഹായത്തോടെ 35 സീറ്റുകൾ നേടിയെടുത്തു. രാഷ്ട്രീയപരമായ അനിശ്ചിതത്തിൽ ഈ കാലഘട്ടത്തിൽ 40,000 അനുയായികളുമായി മുസോളിനി റോമിലേക്ക് മാർച്ച് ചെയ്തു. ഇത് കണ്ടു ഭയന്ന ഇമ്മാനുവൽ മൂന്നാമൻ രാജാവ് മുസോളിനിയെ 1922 ഒക്ടോബർ 30 പ്രധാനമന്ത്രിയായി നിയമിച്ചു. അധികാരം ലഭിച്ചതോടെ മുസോളിനി ഗവൺമെന്റിനെ രാഷ്ട്രീയവൽക്കരിച്ചു. ഫാസിസ്റ്റ് അനുഭാവികളില്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടുകയും തന്റെ അനുയായികളെ തലസ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു. എല്ലാ അധികാരങ്ങളും കൈപ്പിടിയിലൊതുക്കിയ മുസോളിനി ഫാസിസം ഭരണപരമായ ആശയമായി പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റുകളെയും മറ്റു പാർട്ടികളെയും നിരോധിക്കുകയും അടിച്ചമർത്തുകയും ചെയ്തു. അങ്ങനെ ഇറ്റലി ഫാസിസ്റ്റ് ഭരണത്തിൽ ഒരു സമഗ്രാധിപത്യ രാഷ്ട്രമായി തീർന്നു. ലക്ഷ്യം മാർഗത്തെ സാധൂരീകരിക്കുന്നു എന്നതിനാൽ ലക്ഷ്യം നേടുന്നതിന് ഏത് കുടിലമാർഗവും സ്വീകരിക്കും എന്നായിരുന്നു ഫാസിസത്തിന്റെ ആശയം. ഫാസിസത്തിന്റെ പ്രചാരണത്തിനായി വിദ്യാഭ്യാസം, പത്രമാധ്യമങ്ങൾ, തിയേറ്റർ തുടങ്ങിയവയെ കർക്കശമായി നിയന്ത്രിക്കുകയും അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. 2ൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിൽ യോജിച്ച് സാധ്യമല്ലെന്ന് പ്രചരിപ്പിച്ച ഫാസിസ്റ്റുകൾ യുദ്ധം മനുഷ്യനെ മഹത്വവൽക്കരിക്കുന്നു എന്ന് വിശ്വസിച്ചു. ഫാസിസ്റ്റ് യുവജന സംഘടന രാജ്യത്തുനിന്നോളം അക്രമമായ പ്രചരണങ്ങൾ നടത്തി. ഇവരുടെ വിദേശ നയം സമാധാന ലംഘനത്തിലും സാമ്രാജ്യത്തിലും അധിഷ്ഠിതമായി. ഇതിനായി ഇറ്റലിയെ വളരെ വേഗം സായുധവൽക്കരിച്ചു. ഇവർ അനുവർത്തിച്ച ഈ സാമ്രാജ്യത്വ വികസന നയങ്ങൾ 2ാം ലോക മഹായുദ്ധത്തിൽ കലാശിച്ചു. യുദ്ധപരാജയത്തോടെ 1945 ഏപ്രിൽ മുസോളിനി വധിക്കപ്പെട്ടു. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് വെർ ദ ഫീച്ചേഴ്സ് ഓഫ് നാസിസം? ഹൗ ഡിഡ് ഹിറ്റ്ലർ ട്രൈ ടു അച്ചീവ് ഹിസ് എയിംസ്? നാസിസത്തിന്റെ സവിശേഷതകൾ എന്താണ്? എപ്രകാരമാണ് ഹിറ്റ്ലർ തന്റെ ലക്ഷ്യങ്ങൾ നേടിയത്? ഫാസിസത്തിന്റെ ഏറ്റവും ഭീകരമായ മറ്റു രൂപമായിരുന്നു യുദ്ധാനന്തര ജർമ്മനിലെ നാസിസം. ആധുനിക മനുഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും ക്രൂരമായ ശത്രുവായത് നാസിസം 2ാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിരുന്നു. സമഗ്രാധിപത്യം എന്ന ആശയം ആദ്യം ഉപയോഗിച്ച മുസോളിനിയായിരുന്നു. അത് എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കിയത് അഡോൾഫ് ഹിറ്റ്ലറായിരുന്നു. വേഴ്സായി ഉടമ്പടി അടിച്ചേൽപ്പിച്ച അപകടകരമായ വ്യവസ്ഥകൾ ജർമ്മനിയിൽ നാസിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. യുദ്ധാനന്തരം ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന വെയ്മർ റിപ്പബ്ലിക് ജർമ്മനിയിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാൻ അപര്യാപ്തമായിരുന്നു. സമ്പന്ന വർഗത്തിൽ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ച വെയ്മർ റിപ്പബ്ലിക് ഒരു തികഞ്ഞ പരാജയമായിരുന്നു. നാസിസം വളർന്നു വരുന്ന ഇത് സഹായകരമായി. നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന ചുരുക്കപ്പേര് അറിയപ്പെടുന്ന നാസിസ്റ്റ് പാർട്ടിക്ക് 1921 അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു രൂപം കൊടുത്തത്. മുസോളിനിയെ പോലെ 1ാം ലോക മഹായുദ്ധത്തിൽ ഒരു സൈനികനായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ 1923 റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിന് നടത്തിയ വിപ്ലവാശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് 1 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു. ഈ കാലഘട്ടത്തിലാണ് മെയിൻ കാഫ് എന്ന ആത്മകഥ അദ്ദേഹം എഴുതിയത്. ഈ പുസ്തകം പിന്നീട് നാസികളുടെ ബൈബിളായി മാറി. ജയിൽ മോചിതനായി തുടർന്ന് ഹിറ്റ്ലർ തവിട്ടു കുപ്പായക്കാരൻ എന്നൊരു സമാന്തര സൈന്യത്തെ സംഘടിപ്പിച്ചു. ജർമ്മൻ ഇടത്തരക്കാർ ഹിറ്റ്ലർ നൽകിയ വാഗ്ദാനങ്ങളുമായി കൂട്ടമായി നാസി പാർട്ടി ചേർന്ന് വൻകിട വ്യവസായങ്ങൾ ദേശസാൽക്കരിക്കുമെന്നും തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുമെന്നും നികുതി ഭാരം ലഘൂകരിക്കുമെന്നും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുമെന്നും നാസികൾ ജർമ്മൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. 1929 ആരംഭിച്ച ആഗോള സാമ്പത്തിക മാന്ദ്യം ജർമ്മനിയും വളരെയധികം ബാധിക്കുകയുണ്ടായി. ഇതിന്റെ ഫലമായി ജർമ്മനിയിലെ തൊഴിലാളികൾ പകുതിയോളം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഈ സന്ദർഭത്തിലാണ് ഹിറ്റ്ലർ അധികാരം പിടിച്ചെടുത്തത്. 1932 തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഹിറ്റ്ലർ പരാജയപ്പെട്ടു. എങ്കിലും പാർലമെന്റിൽ നാസികൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തീർന്നു. കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മുതലെടുത്തുകൊണ്ട് ഭീഷണിയിലൂടെയും ഗൂഢാലോചനയിലൂടെയും 1933 ജനുവരിയിൽ ഹിറ്റ്ലർ ജർമ്മനിയിലെ ചാൻസലറായി നിയമിക്കപ്പെട്ടു. അധികാരത്തിലെത്തിയ ഉടനെ തന്നെ ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റുകളെയും യഹൂദന്മാരെയും ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ചില മാർഗങ്ങൾ അദ്ദേഹം അവലംബിച്ചു. നാസിസത്തെ എതിർത്തവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. 1933 ജനാധിപത്യ സനത്തിന്റെ ഭാഗമായി ജർമ്മൻ പാർലമെന്റ് മന്ദിരമായ റീഫ് സ്റ്റാഗ് നാസികൾ തീവച്ച് നശിപ്പിച്ചു. തുടർന്ന് ഹിറ്റ്ലർ സ്വയം ജർമ്മൻ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയും ക്രൂരമായ സ്വേച്ഛാധിപത്യം ആരംഭിക്കുകയും ചെയ്തു. എല്ലാ പാർട്ടികളും നിരോധിക്കപ്പെട്ടു. സൈനിക ശക്തിയിലധിഷ്ഠിതമായ ദേശീയത, ആര്യവർഗ ജർമ്മൻ മേധാവിത്വം, ജർമ്മൻ റൈക്ക് തുടങ്ങിയവയായിരുന്നു നാസികളുടെ ലക്ഷ്യം. ജർമ്മനിയുടെ എല്ലാ ശാപങ്ങൾക്കും യഹൂദന്മാരാണ് ഉത്തരവാദികൾ എന്ന് പ്രഖ്യാപിച്ച ചിലർ അവരെ നിഷ്ഠൂരം കൂട്ടക്കൊലക്ക് വിധേയരാക്കി. ശേഷിച്ചവരെയും കമ്മ്യൂണിസ്റ്റുകളെയും പീഡന കേന്ദ്രങ്ങളായി തടവിലാക്കി. ഹിറ്റ്ലർ യൂത്ത് എന്ന നാസി യുവജന സംഘടന രാജ്യത്തിനോളം ഭീകരത സൃഷ്ടിച്ചു.
ഔദ്യോഗിക സ്ഥാനം നാസി അനുകൂലികൾക്ക് മാത്രമായി സംവരണം ചെയ്തു. എല്ലാ പ്രചാരണ മാധ്യമങ്ങളും നാസികൾ സ്വന്തമാക്കി നുണപ്രചാരണത്തിലൂടെ തങ്ങൾക്ക് അനുകൂല വികാരം ജനങ്ങളെ വളർത്തിയെടുക്കാൻ ഗീബൽസിനെ ചുമതലപ്പെടുത്തി. എതിരാളികളെ അമർച്ച ചെയ്യുവാൻ ഗോറിങ്ങിനെയും ഏർപ്പെടുത്തി. ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് നാസി വിരുദ്ധരുടെ മനസ്സിൽ ഭീകരത സൃഷ്ടിച്ചു. നാസി എതിർത്ത ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും വധിക്കപ്പെട്ടു. 1938 ആയപ്പോഴേ ക്രൈസ്തവ മേധാവിത്വം ഹിറ്റ്ലറുടെ മുന്നിൽ കീഴടങ്ങി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ആഭ്യന്തര ഉൽപാദനവും വിതരണ സമ്പ്രദായവും കാര്യക്ഷമമാക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞു. ഇതുവഴി ദേശീയ വരുമാനം വർദ്ധിപ്പിച്ചു. എന്നാൽ ദേശീയ വരുമാനത്തിന്റെ സിംഹഭാഗം സൈനികാവശ്യങ്ങൾക്കായി ചെലവഴിച്ചത്. രാജ്യത്തുനോളം ആയുധ നിർമ്മാണശാലകൾ നിലവിൽ വന്നു. എല്ലാ ശാസ്ത്ര സാങ്കേതിക പരീക്ഷണങ്ങളും അത്യാധുനിക യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാൻ വിനിയോഗിക്കപ്പെട്ടു. സമാധാന സന്ധികളിലും ചർച്ചകളിലും ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നില്ല. ലോക നേതൃത്വം ജർമ്മനിക്ക് ലഭിക്കണമെന്നും അതിനായി യുദ്ധം അനിവാര്യമാണെന്നും പ്രചരിപ്പിച്ച നാസികൾ മുസോളിനിയുമായി കൈകോർത്തു. ഹിറ്റ്ലറുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങളിൽ സന്തുഷ്ടരായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും ആദ്യക്കും ഒക്കെ ഹിറ്റ്ലറുടെ നടപടികളോട് നിസ്സംഗത പുലർത്തി. ഒടുവിൽ ഇയാളുടെ യഥാർത്ഥ ലക്ഷ്യം അവർ മനസ്സിലാക്കിയപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അങ്ങനെ ചരിത്രപരമായ ഒരു ആവശ്യമായി തീർന്നു. നാലാമത്തെ ചോദ്യം, അനലൈസ് ഗ്രോത്ത് ഓഫ് മിലിറ്ററി ഫാസിസം ഇൻ ജപ്പാൻ. ജപ്പാനിലെ മിലിറ്ററി ഫാസിസത്തിന്റെ വളർച്ച വിശകലനം ചെയ്യാൻ. കോളനിവൽക്കരണത്തിന് രക്ഷപ്പെട്ടു നിന്നിരുന്ന ഒരേ ഒരു ഏഷ്യൻ രാജ്യം ജപ്പാനായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ജപ്പാൻ ചൈനയുമായി യുദ്ധം ചെയ്ത് ചൈനയെ പരാജയപ്പെടുത്തി. 1905 മഞ്ചൂറിയൻ ജപ്പാൻ കൈക്കലാക്കി. ഒന്നാം ലോക മഹായുദ്ധം ജർമ്മനിക്ക് കൈയടക്കി വെച്ചിരുന്ന പലതും കൈയടക്കാൻ ജപ്പാൻ അവസരം നൽകി. ഈ കാലഘട്ടത്തിൽ ജപ്പാൻ സൈന്യം ഒരു പ്രധാന ശക്തിയായി മാറിയിരുന്നു. ഇത് ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുകയും ദേശീയതയ്ക്കും സാമ്രാജ്യ വിപുലീകരണത്തിനും പ്രാധാന്യം നൽകുകയും ചെയ്തു. 50 വർഷത്തിനുള്ളിൽ ജപ്പാൻ സമാധാനപരമായ ഒരു രാജ്യം എന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറി ആക്രമണ രാഷ്ട്രമായി തീർന്നു. അഞ്ചാമത്തെ ചോദ്യമാണ്, വൈ ഡിഡ് ദി വെസ്റ്റേൺ പവർ ഫോളോ എ പോളിസി ഓഫ് അപ്പീസ്മെന്റ് ഡ്യൂറിംഗ് ദി 1930s? വാട്ട് വാസ് ദ എഫക്ട് ഓഫ് ഫാസിസ്റ്റ്? എന്തുകൊണ്ടാണ് 1930കളിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ പ്രീണന നയം അവരുടെ വിദേശ നയമായി സ്വീകരിച്ചത്? ഫാസിസത്തിന്റെ മേൽ ഇത് എന്ത് ഫലമാണ് ഉണ്ടാക്കിയത്? 1930കളിൽ US, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഒരേ വിദേശ നയമാണ് സ്വീകരിച്ചത്. ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരായി അവർ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. അവരുടെ പ്രധാന ഉദ്ദേശം സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും വ്യാപനം നടത്തുക എന്നായിരുന്നു. അതിനാൽ ഫാസിസ്റ്റ് വ്യാപനം ആരംഭിച്ചപ്പോൾ ഈ രാഷ്ട്രങ്ങൾ അതിനെ തടയാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. പകരം ഫാസിസം കമ്മ്യൂണിസത്തെ തകർക്കുമെന്ന പ്രതീക്ഷയിൽ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ പ്രീണിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. ഈ പ്ലാനിന് പിന്നിലെ പ്രധാന ലക്ഷ്യം വ്യവസായവൽക്കരണമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ സോവിയറ്റ് റഷ്യ ഒരു പ്രധാന വ്യവസായ ശക്തിയായി ആഗോളതലത്തിൽ മാറിയത്. മുതലാളിത്ത സാമ്പത്തിക സംവിധാനവും സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടമായിരുന്നു. പല കോളനി രാഷ്ട്രങ്ങളും അവ സ്വതന്ത്രമായ ശേഷം സോവിയറ്റ് മാതൃകയിലുള്ള സോഷ്യലിസ്റ്റ് സാമ്പത്തിക സംവിധാനമാണെന്ന് സ്വീകരിച്ചു. USA ഉൾപ്പെടെയുള്ള മിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങളും സോവിയറ്റ് റഷ്യ 1933 വരെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. എന്നാൽ 1934 റഷ്യൻ സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമായി. ഇതിനുശേഷം സോവിയറ്റ് റഷ്യക്ക് നേരെയുള്ള ശത്രുത തുറന്നു. 1930കളിൽ ഫാസിസ്റ്റ് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചപ്പോൾ സോവിയറ്റ് റഷ്യ മാത്രമാണ് ഇതിനെ കാര്യമായി എതിർത്തത്. സോവിയറ്റിന്റെ വളർച്ച തടയുകയെന്ന് ഫാസിസ്റ്റ് അനുഭാവികളുടെ ലക്ഷ്യം. ഇത് ആറാമത്തെ ചോദ്യം, എക്സാമിൻ ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ അമേരിക്ക. അമേരിക്കയിലെ വലിയ മാന്ദ്യത്തിന് നിദാനമായ ഘടകങ്ങൾ ഏതൊക്കെ? ഒന്നാം ലോക മഹായുദ്ധ ശേഷമുണ്ടായ പ്രധാന വികസനം യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ അധികാര തകർച്ചയും അമേരിക്കയുടെ വളർച്ചയുമായിരുന്നു. യുദ്ധം യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സാമ്പത്തികത തകിടം മറിച്ചപ്പോൾ US സാമ്പത്തികേതര ശക്തിയായി US യുദ്ധങ്ങളൊന്നും അരങ്ങേറിയില്ല. യുദ്ധകാലത്തിലും വ്യവസായ വ്യാപനം തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദശവർഷക്കാലത്തിന് ശേഷം ശക്തമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ ആരംഭിച്ചു. ഒന്നാം ലോക മഹായുദ്ധ ശേഷം സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ അമേരിക്ക യുദ്ധം മൂലം തകരാറിലായ യൂറോപ്പിലേക്ക് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചു. അവരുടെ ഉൽപാദനവും വിതരണവും പ്രചോദനത്തിലുപരിയായപ്പോൾ കാർഷിക വില തകർച്ചയുണ്ടാക്കി. കയറ്റുമതിയിൽ വീഴ്ചയുണ്ടായും ഫാക്ടറി ഉൽപ്പന്നം മന്ദഗതിയിലാകുകയും ഗതാഗതവും വ്യവസായം തകരുകയും ചെയ്തു. ഇതോടെ ദശലക്ഷങ്ങൾ തൊഴിൽരഹിതരായി പണമിടപാടുകാരെയും ബാങ്കരെയും ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടു. 1929 വാൾസ്ട്രീറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നതോടെ ദശലക്ഷക്കണക്കിന് ഓഹരികൾ വിറ്റഴിഞ്ഞു. അങ്ങനെ ബാങ്കുകൾ, കമ്പനികൾ എന്നിവ തകർന്നു. സാമ്പത്തിക വ്യവസ്ഥയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായതോടെ ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിനായി മാറി. 1920കളിലെ സമൃദ്ധിക്ക് പിന്നിൽ വിനാശകരമായ പിഴവുകളുണ്ടായിരുന്നു. വിളവുകളുടെ അമിതോൽപാദനത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിടിഞ്ഞു. ഫാക്ടറികളിൽ നിന്ന് ഒഴുകിയെത്തിയ ചരക്കുകൾ വാങ്ങിക്കൂട്ടുവാൻ തൊഴിലില്ലാത്ത ജനങ്ങൾ കഴിവുണ്ടായിരുന്നില്ല. സമ്പന്നരായ ഓഹരികളും റിയൽ എസ്റ്റേറ്റുകളും വാങ്ങിക്കൂട്ടിയിരുന്നതിനാൽ പണം പ്രത്യുൽപാദനപരമായി. ഓഹരിയുടെ വിലയിടിഞ്ഞതോടെ ഊഹക്കച്ചവടക്കാർ നിലം ഭരിച്ച 1932 ആയപ്പോഴേക്കും അമേരിക്ക ലോകത്തിലെ ഏറ്റവും കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു എന്നതാണ്. ലാസ്റ്റ് ഹൗ സെക്കൻഡ് വേൾഡ് വാർ ബിക്കം ഗ്ലോബൽ ആണ്.
എപ്രകാരമാണ് രണ്ടാം ലോക മഹായുദ്ധം ആഗോള യുദ്ധമായി മാറിയത്. യുദ്ധം ആരംഭിക്കുന്ന അമേരിക്ക ബ്രിട്ടനോട് അനുകമ്പാർദ്രമായ ഒരു നയമാണ് സ്വീകരിച്ചത്. അമേരിക്ക ബ്രിട്ടന് ആയുധം നൽകിയിരുന്നു. എന്നാൽ 1941 ഡിസംബർ 7 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക സങ്കേതമായ പോൾ ഹാർബറിൽ ജപ്പാൻ അപ്രതീക്ഷിതമായ ഒരു ബോംബാക്രമണം നടത്തി. 350 പേർ പോർ വിമാനങ്ങളും 5 യുദ്ധക്കപ്പലുകളും കൊല്ലപ്പെട്ടു. 1000-ഓളം പേർക്ക് ഗുരുതരമായ മുറിവുകളേറ്റു. ഡിസംബർ 8 US ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഏതാണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജർമ്മനിയും ഇറ്റലിക്കുമെതിരെയും തിരിഞ്ഞു. ഇതോടെ യുദ്ധം ആഗോള യുദ്ധമായി മാറി. പോൾ ഹാർബർ ആക്രമണ ശേഷം ജപ്പാൻ, മലയ, സിംഗപ്പൂർ, തായ്ലാന്റ്, ഹോങ്കോങ്, ബർമ, ഡച്ച് ഈസ്റ്റ് ഇൻഡീസ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പിടിച്ചെടുത്തു. ഫാസിസ്റ്റ് ശക്തികൾ പരാമൃതയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഓക്കെ, ഇതോടെ നമ്മളുടെ ഈ ക്ലാസ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. ഇനി ഇതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാ വിഷയം കൊണ്ട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം അവൈലബിൾ ആണ്. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ്, ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്നിട്ട് ഓൺലൈൻ പരീക്ഷ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.